ദിവ്യ സിസി റെസിപ്പീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു വടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോഴത്തേ നമ്മളുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഏത് തരത്തിലുള്ള അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അപ്പം അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം തീരുമാനിക്കാം. ഞാനിപ്പോൾ 2 ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ട് അരിഞ്ഞതാണേ, അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു കുറച്ച് കുരുമുളക് ചതച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത പോലെ അങ്ങനെ എടുത്തിട്ടുള്ളൂ, ഒത്തിരി പൊടിച്ചിട്ടില്ല കേട്ടോ. ഇനി ഒരു 2 പിഞ്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 കപ്പ് തൈരാണ് കേട്ടോ. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അപ്പോൾ പുളിയുള്ളതാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് അപ്പോൾ അതനുസരിച്ച് ആക്കി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ 1/2 കപ്പ് തൈര് ഇതിനകത്തേക്ക് ചേർത്തു. ഇനി ഞാൻ ഇതിനകത്തേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റൗ ഞാൻ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. നമുക്കിത് കട്ടയെല്ലാം മാറി ഒന്ന് ഇളക്കിയെടുക്കണം നന്നായിട്ട്. ഇനി ഒരു 1/2 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ മൊത്തം വെള്ളം ചേർത്തത് 1/2 കപ്പാണ് കേട്ടോ. 1/2 കപ്പ് വെള്ളവും 1/2 കപ്പ് തൈരും ആ ഒരളവിലാണ് നമ്മൾ ചേർത്തേക്കുന്നത്. 1 കപ്പ് അരിപ്പൊടി. പിന്നെ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമുക്കിനി സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കൈ എടുക്കാതെ ഇളക്കി നമുക്കിത് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പില ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് മല്ലിയിലയാണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കറിവേപ്പിലോട് കൂട്ടി നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ദേ കണ്ടോ, ഈ ഒരു പാകത്തിന് ഇതിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് ഈ ഒരു പാകത്തിന് ആകുന്ന വരെയും നമ്മൾ ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോഴാണ് നമുക്കിത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് വട റെഡിയാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കുക. ഒന്നെങ്കിൽ എണ്ണ അല്ലെങ്കിൽ വെള്ളം. ഇത് വെച്ചിട്ട് വേണം നമ്മളിത് ഉരുട്ടാൻ. ഇല്ലേ നമ്മുടെ കയ്യിൽ ഈ മാവ് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കുറേശ്ശെ എടുത്ത് നമുക്ക് വടയുടെ ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഉരുട്ടിയെടുക്കുക. കഴിഞ്ഞ് പതിയെ ഒന്ന് പ്രസ് ചെയ്യുക. ദെൻ നമ്മളുടെ ഈ ചൂടുവെള്ളം പതിയെ എണ്ണയിലെ വെള്ളത്തിലൊന്ന് നോക്കിയിട്ട് ഇങ്ങനെ. അപ്പോൾ ഇതേ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം. നമ്മളുടെ വടയെല്ലാം ഇതുപോലെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്, ഷേപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മളിത് അത്യാവശ്യം ഒന്ന് കുക്ക് ആയതിനു ശേഷം മാത്രം മറിച്ച് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ ഒട്ടിപ്പിടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം മറിച്ചിടാൻ വേണ്ടിയിട്ട്. ഇതിന്റെ 1 സൈഡ് കുക്ക് ആയതിനു ശേഷം മാത്രം നിങ്ങൾ മറിച്ച് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മളുടെ വട നല്ല കറക്റ്റായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല കുറച്ച് ടൈം എടുത്ത് തന്നെ നമ്മളിത് വറുത്തെടുക്കാം കേട്ടോ. തീ ഒരുപാട് കൂട്ടാതെ. ഒരുപാട് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം അങ്ങോട്ട് കരിഞ്ഞും പോകും, അകത്ത് വേഗത്തും ഇല്ല. ഇതിപ്പോ കേട്ടോ നല്ല അടിപൊളി വടയായിട്ടുണ്ട് കണ്ടോ. പിന്നെ നമുക്കിത് കോരി മാറ്റാം. ഇതിന്റെ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഈ വട ഇടുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇട്ട ഉടനെ നിങ്ങൾ ഒരു കാരണവശാലും ഇത് മറിച്ചിടാനും തിരിച്ചിടാനും ഒന്നും പോകരുത്. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് പതിയെ ഒന്ന് ഒരു സൈഡ് ആയതിനു ശേഷം മാത്രം നമ്മളത് തിരിച്ചിടാനൊക്കെ നോക്കാവുള്ളൂ കേട്ടോ. എന്ത് സൂപ്പർ വടയാന്നുള്ളത്, നല്ല അടിപൊളിയാണ് കേട്ടോ. അതേ കണ്ടോ. നമുക്ക് ബാക്കി ബാച്ചും കൂടി വറുത്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വട റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ചട്നിയുടെ ഒപ്പം കഴിക്കാൻ സൂപ്പർ ആണ് കേട്ടോ. വളരെ ക്രിസ്പി ആണ് കേട്ടോ.
നല്ല പുറമൊക്കെ നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ എല്ലാരും കണ്ടല്ലോ എങ്ങനെ ഉണ്ടാക്കണേന്ന്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ഉഴുന്നുവടയിൽ നിന്ന് ഒന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നമ്മളുടെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഇമെയിൽ ഐ ഡി ഉണ്ട്. അതിലൂടെ നിങ്ങളുടെ സജഷൻസും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അപ്പൊ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.